ബഹുമാനപ്പെട്ട യൂസുഫ് ഇബ്നുൽ ഹുസൈൻ റാസി റളിയല്ലാഹു അൻഹുവിനെ അതാ നാട്ടിൽ നിന്ന് പുറത്താക്കി. ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കാഫിറാണെന്ന് പറഞ്ഞു. മഅ തമാമി ഇൽമിഹി വകസറത്തി മുജാഹദതിഹി വഅദ്ഖലഹു അസ്ഹാബുഹു അൽ ബിമാരിസ്താൽ യർജി അന്നാസ് അൻഹു. മഹാനായ അബൂ യസീദ് ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ ബഹുമാനപ്പെട്ട അലി ശിബിലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞ് കുറെ മുസ്ലിങ്ങൾപ്പെട്ട ആളുകൾ മഹാനവറുകളെ പ്രയാസപ്പെടുത്തി. അബൂബക്കർ അബ്ദുൽ റളിയല്ലാഹു അൻഹുവിനെ അതാ മഹാനവറുകളെ അവിടുന്ന് പുറത്താക്കി. മിനൽ ഗർബി ഇലാ മിസ്ർ, ബഹുമാനപ്പെട്ടവരെ മിസ്റിലേക്ക് നാടുകടത്തിയിട്ട് വശഹിദു അലൈഹി ബിസ്സന്ദഖ, മഹാനവറുകൾ സിന്ദീഖാണെന്ന് വിളിച്ചു പറയാൻ അവർ തയ്യാറായി. എന്റെ സുൽത്താൻ മിസ്റിലെ ഭരണാധികാരിയുടെ മുമ്പിൽ. എന്നിട്ട് മഹാനവറുകളെ തലകീഴായി തൂക്കിയപ്പോൾ യഖറഉൽ ഖുർആൻ ഓതുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുൻ നസീമി റളിയല്ലാഹു അൻഹുവിനെ പറ്റിച്ച രീതി അറിയുമോ? ഒരു ചെരുപ്പ് തുന്നലുകാരന്റെ അടുക്കൽ പോയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എഴുതിയ ഒരു കടലാസ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ചെരുപ്പിന്റെ ഉള്ളിൽ വെച്ചൊന്ന് തുന്നിത്തരാൻ. ആ ചെരുപ്പ് കൊണ്ടുപോയി ബഹുമാനപ്പെട്ടവർക്ക് നൽകി. ഇമാമുൻ നസീമി റഹിമഹുല്ലയ്ക്ക് നൽകി. എന്നിട്ട് രാജ്യത്തെ ഭരണാധികാരിയോട് പറഞ്ഞു, ആ നസീമി എന്ന് പറയുന്ന ആളിലെ സുന്നത്തി ജമാഅത്തിന്റെ ആളാണ്, അയാള് ഖുൽ ഹുവല്ലാഹു അഹദ് എഴുതിയിട്ട് അത് വെച്ചിട്ടാണ് ചെരുപ്പ് ചവിട്ടി നടക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ പോയെന്ന് പരിശോധിച്ചു നോക്കാൻ പറഞ്ഞു. മഹാനവറുകളെ പിടിച്ചിട്ട് ചെരുപ്പ് പരിശോധിക്കുമ്പോൾ അതിൽ സൂറത്തുൽ ഇഖ്ലാസ് എഴുതിയിട്ടുണ്ട്. ഇന്നാ ലില്ലാഹ്. മഹാനവറുകൾ അറിഞ്ഞില്ലല്ലോ. മഹാനവറുകളെ ശിക്ഷിക്കുമ്പോൾ അവിടുന്ന് അതേറ്റ് വാങ്ങുകയാണ്. ആ സമയത്തും മഹാനവറുകളെ പീഡിപ്പിക്കുന്ന സമയത്തും തൗഹീദിനെ കുറിച്ച് കവിത ചൊല്ലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട അബൂ മദിയൻ റഹ്മത്തുള്ളാഹി അലൈഹി സിന്ദീഖാണെന്ന ആരോപണം പറഞ്ഞു. എന്നിട്ട് മഹാനവറുകളെ നാടുകടത്തി. നാടുകടത്തപ്പെട്ട നാട്ടിലാണ് മഹാനവറുകൾ വഫാത്തായി പോയത്. അബുൽ ഹുസൈൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയെ നാടുകടത്തി. എന്നിട്ട് സിന്ദീഖാണെന്ന് ആരോപിച്ചു. അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം നിങ്ങളെ കാഫിറാണെന്ന് പറഞ്ഞു. വഅഖദൂ ലഹു മജ്ലിസൻ ഫീ കലിമത്തിൻ ഖാലഹാ ഫീ അഖീദതിഹി. മഹാനവറുകൾ ഒരു വാചകത്തെ അടിസ്ഥാനപ്പെടുത്തി മജ്ലിസ് ഉണ്ടാക്കി. എന്നിട്ടതാ ഭരണകൂടത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി. ഏറെ വായിക്കാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. വറമു ശൈഖ് താജുദ്ദീൻ സുബ്കി. താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹിയെ അവരാക്ഷേപിച്ചു ബിൽ കുഫ്രി, ആള് കാഫിറാണെന്ന്. വശഹിദു അലിയൻ അന്നഹു യഖൂലു ബിഇബാഹത്തിൽ ഖംരി. മഹാനവറുകൾ കള്ള് ഹലാലാണെന്ന് പറഞ്ഞു എന്ന് ആരോപിച്ചു. വല്ലിവാത്തി, സ്വർഗഭോഗം അനുവദിക്കുന്ന ആളാണെന്ന് മഹാനവറുകളെ കുറിച്ച് ആരോപണം പറഞ്ഞു. വഅന്നഹു യൽബസു ഫിൽ ലൈലിൽ ഗാറ വസ്സിന്നാർ. രാത്രിയായാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ കൂടെയാണ് അയാള്, വാദ്യോപകരണങ്ങളുടെ കൂടെ കഴിയുന്ന ആളാണ്. ആരോപണം ചെറുതല്ല. കള്ള് ഹലാലാണെന്ന് വാദിച്ചു, സ്വർഗഭോഗം ഹലാലാണെന്ന് വാദിച്ചു. രാത്രിയായാൽ വാദ്യോപകരണങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടുന്നയാളാണെന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി. ആരാണ് സുബ്കി ഇമാം തങ്ങൾ? സുബ്കി ഇമാം തങ്ങൾ എഴുതിയ കിതാബാണ് ലോകത്തുള്ള എല്ലാവരും തവസ്സുൽ ഇസ്തിഗാസയ്ക്ക് തെളിവായി ഉദ്ധരിക്കുന്ന കിതാബിന്റെ ഉടമയാണ്. ശിഫാഉ സഖാമിന്റെ ഉടമയാണ്. തബഖാത്തിന്റെ ഉടമയാണ്. വലിയ തഖ്വയുള്ള നേതാവാണ്. എന്നിട്ട് മഹാനവറുകളെ ചങ്ങലയ്ക്ക് ബന്ധിച്ചിട്ട് ഷാമിൽ നിന്ന് ഈജിപ്തിലേക്ക് മഹാനവറുകളെ നാടുകടത്തി. അങ്ങനെ ഒരുപാട് മഹാന്മാരെ പീഡനം കൊണ്ട് നാടുകടത്തുമ്പോൾ
ഒരു കാര്യം എന്റെ സാധാരണക്കാരായ ജനങ്ങളോട് പറയാനാണ് ഞാൻ ഇത്രയും വാദിച്ചത്. ഒരു ആലിമിനെ ആക്ഷേപങ്ങൾ നേരിടുക എന്നത് അവർ ചെയ്യുന്ന അമലിന്റെ മോശം അല്ല. അതാ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങളും ഒരുപാട് ആരോപണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും നടുവിൽ ജീവിച്ച മഹാന്മാരാണ്. തല ഉയർത്തി ജീവിക്കാൻ പറ്റാത്ത വലിയ വലിയ ആരോപണങ്ങളാണ് മുൻഗാമികളായ എല്ലാ ഇമാമിങ്ങളെയും കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നാം ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നാലും ഖിയാമത്ത് നാളെടുക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അവിടെയെല്ലാം നമുക്ക് നല്ല ഹിമ്മത്ത് വേണം, നല്ല ഈമാൻ വേണം, തഖ്വയോടെ ജീവിക്കണം. സയ്യിദുനാ അഹ്മദ് ബിൻ നസ്ർ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരനാണ്. ആ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലക്കാരനായ അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസായി റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ 2 കഷ്ണമാക്കി വെട്ടി നുറുക്കി കളഞ്ഞു. തല ഒരു ഭാഗത്തും ഉടൽ ഒരു ഭാഗത്തും. ഉടൽ യാസീനോതുകയാണ്, തല ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, ഉടൽ യാസീനോതുന്നു. ആരാണ് കൊന്നുകളഞ്ഞത്? മഅ്മൂൻ രാജാവിന്റെ പട്ടാളക്കാരാണ്. സുറമൻ റാ എന്ന പട്ടണത്തിലാണ് മഹാനവറുകളുടെ തല കൊണ്ടുപോയി സ്ഥാപിച്ചത്. ഇതുപോലെ എല്ലാ അലിമീങ്ങളും പണ്ഡിതന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളും ഓരോ കാലഘട്ടങ്ങളിലും വേദനകൾ അനുഭവിക്കാം, ആരോപണങ്ങൾ നേരിടാം. പക്ഷേ തഖ്വയോടെ നിലകൊള്ളണം, ഈമാനോടെ നിലകൊള്ളണം. ഒരു കാര്യം നമ്മൾ അറിയണം, ശരിയായ ഒരു അലിമിനെതിരെ എന്ത് ആരോപണം വന്നാലും ആരോപിച്ചവരെ ലോകം മറന്നു കളയും, ആലിമിനെ ലോകം മറക്കൂല്ല. അതുകൊണ്ട് നമ്മൾ പാരമ്പര്യമുള്ള ആലിമീങ്ങളുടെ കൂടെ തഖ്വയോടെ മുറുകെ പിടിച്ചു നിൽക്കണമെന്ന് ഞാൻ എന്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ദുആ ചെയ്തു പിരിയാം. എല്ലാത്തിലും ഉപരിയായി നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമേതാണ്? മഹാന്മാരായ ആലിമീങ്ങൾ അനുഭവിച്ച് ത്യാഗം സഹിച്ച് നമ്മുടെ കയ്യിലേക്ക് വന്ന സുന്നത്ത് ജമാഅത്തിന് ഒരിളക്കവും വരാൻ പാടില്ല. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, തഖ്വയോടെ ജീവിക്കണം, ഹറാമിലേക്ക് വീണുപോകാൻ പാടില്ല. മതത്തിന്റെ നിയമങ്ങളിൽ നിന്നൊന്നും നമ്മൾ തെറ്റാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു തന്ന മാർഗത്തിൽ നിന്ന് മാറാൻ പാടില്ല. അതിലെല്ലാം ഉപരിയായി സയ്യിദീ വമലാദീ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖായി ജീവിക്കണേ മോനെ.